ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവിടെയാണ് ദൈവം വസിക്കുക? എവിടെയാണ് ദൈവത്തെ കണ്ടുമുട്ടാനാകുക? മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തേടുന്നത് ദൈവത്തിലാണ്. ദൈവാനുഭവത്തിൻ്റെ വേദി അന്വേഷിച്ചാണ് ജീവിതകാലം മുഴുവൻ അവൻ അലയുന്നത്. മലമുകളിലാണോ ദൈവം, അതോ കാടുകളിലാണോ ദൈവം വസിക്കുന്നത്? പലപ്പോഴും ആകാശത്തിലാണ് ദൈവമെന്ന് മനുഷ്യർ ധരിക്കും. ഭൂമിയിൽ പലയിടങ്ങളിലായി ദൈവത്തെ തേടി അലയുകയാണ് മനുഷ്യൻ. നമ്മൾ അങ്ങനെ ഒരു പാട്ട് തന്നെ കേട്ടിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെടുന്ന മനുഷ്യൻ്റെ മനോവ്യഥകളെ ചിത്രീകരിക്കുന്നൊരു ഗാനം. ഇങ്ങനെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കണ്ടുമുട്ടാനിടയുള്ള ഒരിടമായി അവൻ ധരിക്കുന്നത് ദേവാലയമാണ്. ദൈവം വസിക്കുന്ന ഇടം എവിടമാണെന്ന് വ്യക്തമായി ബോധ്യമില്ലാത്തത് കൊണ്ട് പലപ്പോഴും ദേവാലയങ്ങളെ ദൈവം വസിക്കുന്ന വിശുദ്ധ സ്ഥലമായി നാം തെറ്റിദ്ധരിക്കും. സർവവ്യാപിയായ എല്ലാവരിലും വസിക്കുന്ന ദൈവത്തെ അവനവനിലും അവരിലും കണ്ടുമുട്ടാൻ കഴിയാതെ പോകുമ്പോഴാണ് മനുഷ്യനിർമ്മിതമായ ആലയങ്ങൾക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരാളെ നമ്മൾ സങ്കല്പിക്കുക. പഴയകാലങ്ങളിൽ ഗോത്രങ്ങളിലായിരുന്നു ദൈവം, നാടുകളിലായിരുന്നു ദൈവം, പലയിടങ്ങളിലായി പല ദൈവങ്ങൾ. ഓരോ മൂർത്തി സങ്കല്പത്തിനും ആലയം പണിതും മരച്ചുവടുകളിൽ യാഗമർപ്പിച്ചുമൊക്കെ മനുഷ്യർ കടന്നുപോയ കാലം. പിന്നീട് ഏകദൈവം എന്ന വിശ്വാസം പ്രബലപ്പെടുന്നു. ഏകനായി അവിടുത്തെ തിരിച്ചറിയുന്നു. ഒരു ദൈവം എന്ന സങ്കല്പത്തിലേക്ക് വരുമ്പോഴും മനുഷ്യർ ദൈവത്തിന് ആലയം നിർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയിട്ട് വേണം ദൈവം എവിടെ വസിക്കുമെന്ന ഒരു ധാരണയിൽ നാം എത്തിച്ചേരാൻ. പ്രത്യക്ഷത്തിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ദേവാലയങ്ങൾക്കെതിരാണ് ഞാനത് തെറ്റിദ്ധരിക്കേണ്ട. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കിടം ആവശ്യമുണ്ട്. കിടക്കാൻ കിടപ്പാടമില്ലാതെ അനേകർ തെരുവിലലയുന്നൊരു നാട്ടിൽ കോടാനുകോടികൾ മുടക്കി ആഡംബര രമ്യഹർമ്മ്യങ്ങൾ നിർമ്മിച്ച് ദൈവം അവിടെ കുടിയിരിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കുന്നത് ദൈവത്തിന് തന്നെ അപമാനകരമാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ, തണുപ്പത്ത് ഒരുവൻ കിടന്നുറങ്ങാനിടമില്ലാതെ തണുത്തു മരവിച്ച് മരിക്കുന്നത് ഒരു വാർത്തയല്ലാതായി തീരുന്ന ലോകത്ത് കൊഞ്ഞനം കുത്തുന്നവയായിട്ടാണ് ദേവാലയങ്ങൾ പലപ്പോഴും കാണപ്പെടുക. ഏക്കർ കണക്കിന് ഭൂമിയിൽ ചുറ്റുമുതൽക്കെട്ടുകൾക്കകത്ത് ബലിഷ്ഠമായ ആലയങ്ങളിൽ കഥകടച്ചിരിക്കുന്ന ഒരു ദൈവം കിടന്നുറങ്ങാനിടമില്ലാത്ത ഒരു ദരിദ്രനെ സംബന്ധിച്ച് എങ്ങനെയാണ് സ്വീകാര്യനായിട്ട് മാറുക? വലിയ ആലയങ്ങൾക്കകത്ത് ദൈവം വസിക്കുന്നുവെന്ന് തെറ്റിദ്ധരിച്ച് അവിടെയൊക്കെ ഓടിക്കൂടുന്ന മനുഷ്യർ തങ്ങളുടെ അകത്തുള്ള ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നു. വഴിയരികിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കാനിടമില്ലാതെ വിശന്ന് വിലപിക്കുന്ന ഒരു സാധുവിൽ വസിക്കുന്ന ദൈവത്തെ കാണാതെ പോകുന്നു. യഥാർത്ഥ ദേവാലയം പലപ്പോഴും നമുക്ക് അന്യമായി പോകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ചുറ്റുപാടുകളിൽ കിടന്നുറങ്ങാൻ ഇടമില്ലാത്തവൻ്റെ, തലചായ്ക്കാൻ ഇടമില്ലാത്തവൻ്റെ നൊമ്പരങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ദൈവം വസിക്കുന്ന ഇടത്തെ അന്വേഷിക്കാൻ. ഇത്രയും പറയാൻ കാരണമായത് ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സന്ദേശമാണ്. ദേവാലയമാണ് ദൈവം വസിക്കുന്നിടം. ഭൂമിയിൽ എല്ലായിടത്തും ദൈവമുണ്ട്, പക്ഷേ വിശുദ്ധമായി ദൈവം വസിക്കുന്നത് ദേവാലയത്തിലാണ്. അതുകൊണ്ട് ദേവാലയമാണ് പരമപ്രധാനം എന്ന നിലയ്ക്കൊരു പ്രഘോഷണം. പലതരം അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. അന്ധവിശ്വാസങ്ങൾ നേരിട്ടുള്ളവയാകണമെന്നില്ല. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കണ്ണുകളെ മയക്കുന്നവയാണ്. ഈ ലോകത്തിലെ അവിശ്വാസികളായ അവരുടെ ഹൃദയങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് വചനം പറയുന്നുണ്ട്. ആരുടെ നാമത്തിലാണ് നാം ദേവാലയം നിർമ്മിക്കുന്നത്? ആരുടെ നാമത്തിലാണ് ഇത്തരം കോട്ടകൊത്തളങ്ങൾ ദൈവത്തിൻ്റെ വാസസ്ഥലമാണെന്ന് നാം പ്രഖ്യാപിക്കുന്നത്? ഭൂമിയിൽ പിറക്കാൻ ഇടമില്ലാതെ പോയൊരുവൻ, തലചായ്ക്കാൻ ഇടമില്ലെന്ന് സ്വയം പറഞ്ഞ ഒരുവൻ, ആകാശത്തിലെ പക്ഷികൾക്ക് വൃക്ഷങ്ങളുണ്ട്, കുറുനരികൾക്ക് ഗുഹകളുണ്ട്, ഭൂമിയിൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞ ഒരുവന്റെ പേരിൽ കാൽവരി കുരിശിൽ മരണനേരത്ത് പോലും ഭൂമിയിൽ നിന്ന് ഇടം നഷ്ടപ്പെട്ടു പോയൊരുവൻ, ഒടുവിൽ മറ്റൊരുവന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെടേണ്ടി വന്നൊരുവൻ, സമസ്തത്തിൻ്റെയും അധികാരിയായ ഒരുവൻ ഭൂമിയിൽ വന്ന് തന്നെ തന്നെ ഏറ്റവും ദരിദ്രനാക്കിയവന്റെ നാമത്തിലാണ് ആഡംബര രമ്യകർമ്മങ്ങൾ നാം നിർമ്മിച്ചെടുക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ ആർക്കൊക്കെ കിടക്കാൻ ഇടമില്ല എന്ന് അന്വേഷിക്കാൻ നാം മറന്നുപോകുന്നു. എന്നിട്ട് ദൈവത്തെ നാം മാറ്റി പ്രതിഷ്ഠിക്കുന്നു. ദൈവം അകലെയാണ്, ഒരിടത്താണ് എന്ന പ്രഖ്യാപനമാണ് ദേവാലയങ്ങളിലൂടെ നാം നടത്തുക. ദേവാലയങ്ങൾ ആവശ്യമല്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും ആവശ്യമാണ്. ദേവാലയങ്ങൾ ദൈവജനത്തിന് ഒരുമിച്ച് കൂടാനുള്ള ഇടമാണ്. ആ സമൂഹമാണ് യഥാർത്ഥത്തിൽ ദേവാലയം.
ഞാൻ പണ്ടൊരിക്കൽ റസോഡി എന്ന ഗ്രാമത്തിൽ മധ്യപ്രദേശിൽ പോകാനിടയായി. അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു ദേവാലയമുണ്ട്. വല്ലപ്പോഴുമൊക്കെ ഒരു പുരോഹിതൻ വരും, ഒരു ബലിയർപ്പണം നടക്കും. ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ പുരോഹിതന്റെ വാഹനം കാണുമ്പോൾ ജനം ആർപ്പ് വിളിക്കും. പുരോഹിതൻ അതിനകത്തിരുന്ന് പറയും, കുർബാനയുണ്ട്, വരൂ എന്ന് പറയും. ആ വാഹനം കാണുമ്പോഴേ അവർക്കറിയാം. പ്രത്യേകിച്ച് ഒരുക്കവുമില്ലാതെ നിന്ന നിൽപ്പിൽ അവർ ആ വാഹനത്തിന് പിന്നാലെ ഓടും. അങ്ങനെ ഓടിക്കൂടുന്ന ജനം അവസാനം റസോഡിയിലെ ഈ ആശ്രമത്തിലെത്തും. ആ ആശ്രമത്തിൽ ശബ്ദക്രമീകരണങ്ങളൊന്നുമില്ല, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ് ബലിപീഠം. ആ ബലിപീഠത്തിലാണ് ബലിയർപ്പിക്കുക. ഒരിക്കൽ അവിടെ പോയി താമസിക്കാനിടയായപ്പോൾ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും പെയിന്റും വാങ്ങിച്ച് ഞാൻ ആ കേടുപാടുകളൊക്കെ ഒന്ന് നീക്കി. അൾത്താരയിൽ ഒരു അലങ്കാരവുമില്ല. പക്ഷേ ദൈവജനം അവരുടെ ജീവിതം മുഴുവൻ വിയർപ്പിന്റെയും അഴുക്കിന്റെയും ഒക്കെ ഗന്ധത്തോടെ അവിടെ അർപ്പിക്കും. ഒരു ശുദ്ധീകരണവും ഇല്ലാതെ ഹൃദയം നുറുങ്ങുന്ന അർപ്പണം കഴിഞ്ഞ് പുരോഹിതൻ പുറത്തിറങ്ങി നിൽക്കും. ആ പുരോഹിതന്റെ അടുത്തേക്ക് ഇവരെല്ലാം ചെല്ലും. ജയേശു എന്ന് വിളിക്കുന്നത് ഹൃദയം നിറഞ്ഞിട്ടാണ്. അച്ഛൻ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അവരവരുടെ ജീവിതമൊക്കെ വിശേഷങ്ങളൊക്കെ അവർ അച്ഛനോട് പറയും. അങ്ങനെ കുറേ നേരം അവിടെ തങ്ങി നിന്നിട്ട് ആ ജനക്കൂട്ടം പിരിഞ്ഞു പോകും. ദൈവം യഥാർത്ഥത്തിൽ വസിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കൂടുന്ന ഒരു സമൂഹം ദേവാലയമായിട്ട് മാറുക. അത് തിരിച്ചറിയാതെ പോകുന്നിടത്തൊക്കെ ഈ ആഡംബരങ്ങളും ഈ കോട്ടക്കൊത്തളങ്ങളും വാസ്തവത്തിൽ മനുഷ്യനിൽ നിന്ന് ദൈവത്തെ അകറ്റി നിർത്തുകയായിട്ട് മാറും. ഈ ആഡംബരമായ ദേവാലയങ്ങൾ പണിയുന്നത് യഥാർത്ഥത്തിൽ പ്രലോഭനമാണ്. എനിക്കറിയാവുന്ന ഒരു രൂപതയിൽ ഒരു ദേവാലയം പണിയാനായിട്ട് അവിടുത്തെ ഇടവക ജനം പിതാവിനോട് അനുവാദം ചോദിച്ചു. കോടികൾ മുടക്കുന്നൊരു ദേവാലയം പണിയാനാണ്. പിതാവ് പറഞ്ഞു, അത്രയൊക്കെ ആവശ്യമുണ്ടോ? മറുപടി, ഞങ്ങൾക്ക് നാണക്കേടാണ്. കർത്താവിൻ്റെ ആലയം ചെറുതായിരിക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ്. ഈ അനുവാദത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർ ദേവാലയവും നിർമ്മിച്ചു. കാണാൻ മനോഹരമായ, അകത്ത് കയറിയാൽ കുളിരുന്ന അനുഭവമുള്ള, വാസ്തുശില്പം കൊണ്ട് മികവുറ്റതായ ഒരു ദേവാലയം. എന്താണ് ആ ദേവാലയം പണിയുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം? അതൊന്നു മാത്രമാണ്. ഞങ്ങളൊക്കെ സമ്പത്തുള്ളവരാണ്, ഞങ്ങളുടെ ദൈവം ഇങ്ങനെ ദരിദ്രനായിരിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല. അങ്ങനെയാണല്ലോ ക്രിസ്തുവിൻ്റെ ശിരസിൽ ഒരു കിരീടം ധരിപ്പിച്ച്, വലിയ മേലാപ്പുകൾ ധരിപ്പിച്ച് അവനെ പ്രതിഷ്ഠിക്കുന്നത്. മരക്കുരിശിൽ നഗ്നനായി എല്ലാവർക്കും വേണ്ടി ചിതറിക്കപ്പെട്ട ശരീരമായ മാറിയ ഒരുത്തനെയാണ് നമ്മൾ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നത്. ആയിരക്കണക്കിന് രൂപയുടെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നത്. പണ്ടൊക്കെ ദേവാലയത്തിൽ പുഷ്പങ്ങൾ വയ്ക്കുമായിരുന്നു. നമ്മുടെ വീടിനടുത്തുള്ള പൂക്കൾ, വില കുറഞ്ഞ പൂക്കൾ, ചെമ്പരത്തി പോലുള്ള പൂക്കളൊക്കെ കൊണ്ടാണ്. ഞങ്ങളത് പറിച്ച് ചെറുപ്പകാലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് വെക്കുമ്പോൾ നമ്മുടെ സ്നേഹാർപ്പണത്തിന്റെ ഭാവമായിട്ടാണ് അത് ചെയ്തിരുന്നത്. ഇന്ന് കോൺട്രാക്ട് കൊടുത്ത് വരവ് പൂക്കൾ കൊണ്ട്, പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിക്കുന്നു. നമ്മുടെ കണ്ണിന്റെ ദൃശ്യപരതയ്ക്ക് വേണ്ടിയാണ്. അവിടെ പ്രവർത്തിക്കുന്ന വികാരം ഇതാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോൾ നീ ഇങ്ങനെ ദരിദ്രനായിട്ടിരുന്നാലോ, അതൊരു നാണക്കേടല്ലേ? അപ്പോ ഈ ദേവാലയം പണിയുന്നതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കാര്യം ഈ പറഞ്ഞതാണ്. ദൈവത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല, മനുഷ്യന്റെ ഒരു അഭിലാഷപൂർത്തി. ഞാൻ ഇങ്ങനെ മെച്ചപ്പെട്ടവനായി ജീവിക്കുമ്പോൾ നീ ഇങ്ങനെ തരംതാണ് ജീവിക്കാമോ? 2 സാമുവേൽ 7:2 നമുക്ക് ഈ വികാരം കാണാം. ദാവീദ് രാജ്യമൊക്കെ പിടിച്ചടക്കി ജയാളിയായി വലിയ രമ്യഹർമ്മത്തിൽ വസിക്കുന്നു. ദൈവം താഴെ കൂടാരത്തിൽ. ദാവീദ് നാഥാനോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ആഡംബരമുള്ളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ, ഒരു മണിമാളികയിൽ താമസിക്കുമ്പോൾ ദൈവം ഇങ്ങനെ കൂടാരത്തിൽ എങ്ങനെ വസിക്കും? 2 സാമുവേൽ 7:5 നാഥാനോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, ആരെനിക്ക് ആലയം പണിയും? ആരെനിക്ക് ആലയം പണിയും? യെശയ്യാ പ്രവചനത്തിൽ 66-ാം അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ നമുക്കത് കാണാം. ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, ആരെനിക്ക് ആലയം പണിയും? ദേവാലയത്തിൽ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥന തന്നെ തകിടം മറിച്ച് ദാവീദിനോട് ദൈവം ആലയം പണിയാൻ ആവശ്യപ്പെട്ടു എന്ന നിലയ്ക്ക് പറയുന്നത് കേൾക്കാനിടയായി. ആരെനിക്ക് ആലയം പണിയുമെന്ന് ദാവീദിനോട് ചോദിച്ച കർത്താവേ, നിനക്ക് വേണ്ടി ഞങ്ങൾ ആലയം പണിയുന്നു. നമ്മൾ അങ്ങനെയാണ്. ദൈവമേ രക്ഷിക്കണമേ എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തെ രക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടും. എനിക്ക് കിടക്കാൻ ഒരിടം തരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതേ മനസ്സുകൊണ്ട് തന്നെ ദൈവത്തിന് കിടക്കാൻ ഇടം പണിയാനുള്ള ശ്രമത്തിലേക്ക് പോകും. ദൈവത്തെ ദൈവമല്ലാതാക്കി മാറ്റുന്ന പ്രവൃത്തിയല്ലേ ദേവാലയം എന്നത്? ദൈവജനം ഒരുമിച്ച് കൂടുന്നിടം.
സാമൂഹ്യമായ ബന്ധത്തിനകത്താണ് ദൈവം. സഭയെ എവിടെ കാണാൻ പറ്റും? സഭയെ നിങ്ങൾക്ക് ഒരു സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ കാണാൻ കഴിയില്ല. ആഡംബരങ്ങളായ ഇത്തരം ആലയങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. സ്ഥാപനങ്ങളിലൂടെ കാണാൻ കഴിയില്ല. സഭയെ നിങ്ങൾ കാണണമെങ്കിൽ മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കണം. അവിടെ പങ്കുവെക്കുകയും കലഹിക്കുകയും തമ്മിൽ ഇടയുകയും ഇണങ്ങുകയും ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കാരുണ്യവും സ്നേഹവും ഒഴുകുന്ന ഏതൊക്കെ നിമിഷങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് സഭയെ കാണാം. ഒരുവന്റെ വേദനയിൽ പങ്കുചേരുന്നവർ, ഒരുവനെ താങ്ങുന്നവർ, ഒരുവൻ ഒരു നേരം ഭക്ഷണമായി മാറുന്നവർ, അവരെൻ്റെ കണ്ണീരൊപ്പാൻ കൈകൾക്കും ശേഷിയുള്ളിടങ്ങളിലൊക്കെ സഭയെ കാണാൻ പറ്റും. അതാണ് സഭ. ഭൗതിക ശരീരമാണെന്ന് പറയാം. ആ സഭയാണ് യഥാർത്ഥത്തിൽ ആലയം. അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു. ദാവീദിന് തിരിച്ചറിവില്ല. പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട ആളല്ല ദാവീദ്. അല്പനേരത്തേക്ക് ഒരു പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ കൊടുക്കും, തിരികെ എടുക്കും. നിത്യമായി പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടത് യേശുവിലാണ്. യേശുവിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നമ്മൾ മാറി. എന്നിട്ടും നമ്മളിപ്പോഴും അന്വേഷിക്കുന്നത് ഇടങ്ങളിലാണ്. ഞാൻ കേട്ട പ്രഘോഷണത്തിൽ വളരെ വേദനാജനകമായ കാര്യമാണ് പറയുന്നത്. ഇവിടെയാണ് ദൈവം വസിക്കുന്നത്. അങ്ങനെ പല ഇടങ്ങളെക്കുറിച്ച് കേരളത്തിൽ തന്നെ നമ്മൾ കേൾക്കാനിടയായിട്ടുണ്ട്. പറഞ്ഞവർ ചെറിയ ആളുകളൊന്നുമല്ല. സ്ഥാനമഹിമയിൽ സഭയിൽ ഉന്നതരായവർ അവർ പറയാണ് ഇവിടെയാണ് ദൈവം വസിക്കുന്നത്, ഇവിടെ വന്നാൽ എന്തും കിട്ടും, ഇവിടെയാണ് ദൈവം വസിക്കുന്നത്, ഇവിടെ വന്നാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രഘോഷണങ്ങളിൽ, പ്രസംഗങ്ങളിൽ, ബോർഡുകളിലൊക്കെ ഇത് കാണാം. സഭയുടെ കുമ്പസാരക്കൂടെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ധ്യാന കേന്ദ്രങ്ങൾ, കൃപയൊഴുകുന്നത് ഇവിടെയാണെന്ന് പറയുന്നു. ഒരിടത്ത് ആളുകൾ ഓടിക്കൂടുന്നു. ആളുകളെ ഛിന്ന ഭിന്നമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ദേവാലയമെന്ന ഏറ്റവും സമ്പൂർണമായ ദൈവികമായ ദാനത്തെ തിരിച്ചറിയാതെ പോവുകയാണ്. ദാവീദിന് ദേവാലയം നിർമ്മിക്കാൻ ദൈവം അനുവാദം കൊടുത്തില്ല. നിന്റെ പിൻഗാമി അത് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 1 രാജാക്കന്മാർ 8:27 ദേവാലയമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞ് ആ ദേവാലയത്തിൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് സോളമൻ തിരിച്ചറിയുകയാണ് ദൈവത്തിനൊരു ആലയം പണിയാൻ സാധ്യമല്ല. സോളമന്റെ ചോദ്യം ഇതാണ്: യഥാർത്ഥത്തിൽ ദൈവം ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അങ്ങയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. ജെറുസലേം ദേവാലയം നിർമ്മിച്ച്, മഹത്തായ ദേവാലയം നിർമ്മിച്ച് ദൈവം അവിടെയാണ് എന്ന് ഉറപ്പിക്കുന്ന സമയത്ത് കൂടാരവാസിയായ ദൈവത്തെ വലിയ ദേവാലയത്തിൽ, ശ്രേഷ്ഠമായൊരാലയത്തിൽ ഉറപ്പിക്കാമെന്ന് കരുതുന്ന സമയത്ത് സോളമൻ ചോദിക്കുകയാണ്, അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും പോലും സാധ്യമല്ല. അപ്പൊ ഞാൻ പിന്നെ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തമാണ്. കരുവേലകത്തിന്റെ കൊട്ടാരത്തിൽ താൻ താമസിക്കുമ്പോൾ കൂടാരത്തിൽ വസിക്കുന്ന ദൈവം എത്ര ചെറുതായി പോകുന്നു എന്ന് കരുതിയിട്ടാണ്, തന്നെക്കാൾ വലുതായ ദൈവം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദാവീദ് ദേവാലയം നിർമ്മിക്കാൻ ആഗ്രഹിച്ചത്. സോളമൻ തിരിച്ചറിയുന്നു. ജ്ഞാനിയായ സോളമൻ പറയുന്നു, സ്വർഗാദി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത അങ്ങയെ ഈ നിർമ്മിച്ച ചെറിയ ആലയം എങ്ങനെ ഉൾക്കൊള്ളും? ഇത് പര്യാപ്തമാണോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി യേശുവും ദേവാലയം തമ്മിൽ എങ്ങനെയായിരുന്നു ബന്ധം? യേശു പലപ്പോഴും ദേൽക്കരയിലും താഴ്വാരത്തിലും ഒക്കെ കൊണ്ടുപോയി സംസാരിച്ചു. യേശു പോകുന്നിടത്തൊക്കെ ജനം കൂടുമ്പോൾ യേശു ദൈവാനുഭവത്തിലേക്ക് അവരെ നയിച്ചു. ജെറുസലേം ദേവാലയത്തിലും യേശു പോകുന്നുണ്ട്. 2 സമയത്ത് നമുക്കത് കാണാം. ഒന്ന്, യേശു കുട്ടിയായിരിക്കുമ്പോഴാണ്. യേശു അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ജ്ഞാനികളെ, വേദാധ്യാപകന്മാരെ തർക്കത്തിൽ തോൽപ്പിക്കുന്നുണ്ട്. യേശു വീണ്ടും ദേവാലയത്തിൽ പോകുന്ന നമ്മൾ കാണുന്നത് ദേവാലയ ശുദ്ധീകരണത്തിനായിട്ടാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളിൽ ദേവാലയം ശുദ്ധീകരിക്കുന്ന യേശു ദേവാലയം ശുദ്ധീകരിക്കുന്ന കാര്യം നാം കേട്ടിട്ടുണ്ട്. എന്നാൽ യേശു എവിടെയാണ് പ്രസംഗിച്ചിരുന്നത്? ദേവാലയത്തിൽ. എന്തുകൊണ്ടാണ് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്? അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു 5-ാം മണ്ഡപത്തിലാണ് പോയിരുന്നത്. 5-ാം മണ്ഡപത്തിൽ യേശു പോകുന്നത് യേശുവിനെ അപ്പുറത്തൊന്നും കയറ്റാത്തത് കൊണ്ടാണ്. പ്രസംഗിക്കാൻ കേട്ടില്ല. റബ്ബിയല്ല, ഗമാലയലിന്റെ പാദങ്ങളിൽ നിന്ന് പഠിച്ച ആളല്ല. അതുകൊണ്ട് യേശു ഗുരുസ്ഥാനീയനായിട്ട് അവരംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് യേശുവിനെ എവിടെ പ്രസംഗിക്കാം? 5-ാം മണ്ഡപത്തിൽ വരെ വരാം.
അവിടെ എന്താ പ്രത്യേകത? അവിടെ വരുന്നത് വിധവകളും വികലാംഗരും കുറവുള്ളവരും ഒക്കെയാണ്, പാവപ്പെട്ടവരാ. അവിടെ വലിയ വലിയ ആളുകൾ വരുന്നില്ല. അവിടെയാണ് യേശു പ്രസംഗിച്ചിരുന്നത്. ക്രമേണ യഹൂദ പുരോഹിതർ ഒരു കാര്യം തിരിച്ചറിയാണ്, ഇതുകൊണ്ടൊരു മെച്ചമില്ല, 5-ാം മണ്ഡപം കൊണ്ടൊരു മെച്ചമില്ല. അതുകൊണ്ട് അവരത് വാടകയ്ക്ക് കൊടുത്തു. അവിടെ കാളകൾ, ആടുകൾ ഒക്കെ വിൽക്കുന്ന ഇടമാക്കി മാറ്റി, നാണയമാറ്റക്കാരുടെ ഇടമാക്കി മാറ്റി. അതായത് കാള പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ ആ കാള ഊനമറ്റതല്ല. ഊനമറ്റ കാളയാവണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കണം. അപ്പൊ കറക്റ്റ് ബലിക്കുള്ള സാധനത്ത് ഇവിടെ കിട്ടും. അങ്ങനെ ഒലിവെണ്ണ വിൽക്കുന്നവരുണ്ട്, മെഴുകുതിരി വിൽക്കുന്നവരുണ്ട് കേട്ടോ. പരിശുദ്ധമായ ഒലിവെണ്ണ വിൽക്കുന്നവരും പരിശുദ്ധമായ നീലയും പച്ചയും തിരിവിൽക്കുന്നവരും കേരളത്തിലുണ്ട്. ഇനി വേണ്ട, നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെ മുമ്പിൽ പണ്ടൊരു കട കാണുമായിരുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ മുമ്പിലേ കുറെ പാവപ്പെട്ട മനുഷ്യർ മെഴുകുതിരിയും ഒക്കെ ആയിട്ട് വഴിയിരിക്കുമായിരുന്നു. എക്കത്തിന് അടിച്ചോടിച്ചു. നമ്മൾ അകത്തുനിന്നല്ല അടിച്ചോടിക്കുന്നത്, പുറത്തുനിന്നാ. എന്നിട്ട് നമ്മൾ സ്റ്റാള് തുടങ്ങി. ഏത് തീർത്ഥാടന കേന്ദ്രത്തിനാ സ്റ്റാളില്ലാത്ത? വെഞ്ചിരിച്ച കൊന്ത വരെ കിട്ടുന്ന സ്റ്റാളുകൾ. അങ്ങനെ ദേവാലയം അശുദ്ധമായപ്പോഴാണ്, ദേവാലയത്തിനകത്ത് കച്ചവടം നടന്നപ്പോഴാണ് യേശു കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുകളെയും കാളകളെയും പ്രാവുകളെയൊക്കെ വിൽക്കുന്നവരെ ഓടിച്ചത്, നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചത്. അതിന് വേറൊരു അർത്ഥവും കൂടി ഉണ്ട് കേട്ടോ, ആത്മീയമായി. അവസാനത്തെ ബലിക്കുള്ള ആളായിട്ട് വന്നേക്കാം യേശു. കുഞ്ഞാടാണല്ലോ. അപ്പൊ ഇനി വേറെ ബലിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ആ ബലിയെ നിഷ്കാസനം ചെയ്യുന്ന ഭാഗം കാണിക്കുന്നത്. അങ്ങനെ യേശു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നു. ദേവാലയം കച്ചവട സ്ഥലമാകരുത്. സുവിശേഷത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭവനം പിതാവിൻ്റെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സകലർക്കും വേണ്ടിയുള്ള ഇടമാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള. അവിടെ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. എൻ്റെ ഓർമ്മയിൽ ഒരു ഇടവക ദേവാലയത്തിൽ പള്ളിയുടെ മുൻപിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. പള്ളിയോട് ചേർന്നുള്ള ആനവാതിൽ കഴിഞ്ഞിട്ട് കുറെ ഏരിയ വെച്ചിട്ടുണ്ട്. അത് യാക്കോബ് ശ്ലീഹയെ പുറത്തെഴുന്നള്ളിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തിന്? തിരുനാളിന്റെ സമയത്ത് യാക്കോബ് ശ്ലീഹയുടെ തിരുസ്വരൂപം കൊണ്ടുവന്ന് വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഒരു യാചകൻ, സാധു മനുഷ്യൻ, കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ആൾ കിടന്നുറങ്ങാണ്. അല്പം വിവസ്ത്രനായിട്ടൊക്കെ കിടക്കുന്നത്. അങ്ങനെ കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഇത് കണ്ടപ്പോ പള്ളിയിലെ കൈക്കാരന്മാർക്കും വികാരിയച്ഛനും ഒക്കെ കോപമായി. ഇതെന്ത് പരിപാടിയാണ്? പക്ഷെ അവർക്കൊന്നും ഈ വൃത്തികെട്ടവനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് കപ്പ്യാരെ വിളിച്ചിട്ട് അയാൾ എഴുന്നേൽപ്പിച്ച് ഓടിപ്പിക്കാൻ പറഞ്ഞു. കാരണം കപ്പ്യാരാണ് ഇതൊക്കെ നോക്കേണ്ടത്. ഓടിപ്പിക്കാൻ പറഞ്ഞു. ജോണിയേട്ടൻ, അദ്ദേഹം ഇപ്പോൾ ദൈവസന്നിധിയിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനത് ചെയ്യില്ല. അനാഥർക്കും വിധവകൾക്കുമുള്ള ഇടമാണ് ദേവാലയം. നമ്മളത് അടച്ചുപൂട്ടി വെച്ചിട്ടുണ്ട്. മനുഷ്യരൊക്കെ തെരുവ് കിടന്നുറങ്ങുന്നുമുണ്ട്. ദൈവം എവിടെയാണ്, ദൈവത്തിൻ്റെ ഇടം എവിടെയാണെന്ന് അറിയണം. ദേവാലയത്തെ സംബന്ധിച്ച് നമ്മുടെ ധാരണകൾക്ക് പൊളിച്ചെഴുത്ത് വേണം. ദേവാലയം എന്താണെന്ന് ക്രിസ്തു ഉറപ്പിക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ലോകത്തുള്ള എല്ലാ യഹൂദരും വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നിരുന്നത് ജെറുസലേമിലാണ്. അവിടെയാണല്ലോ ദൈവം ഉള്ളത്. അങ്ങനെ വന്ന് ആരാധിക്കുന്ന സ്ഥലത്ത് യേശു ചെല്ലാണ്. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ യേശു പറയുകയാണ്, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. സംഭവിച്ചൊരു കാര്യമാണ്. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അത് കേട്ടപ്പോൾ യഹൂദർക്ക് സഹിച്ചില്ല. അവർ ചോദിക്കുന്നുണ്ട്, 46 സംവത്സരം എടുത്ത് ഇത് പണിയാൻ, നീ ഇത് തകർക്കുമെന്നു? ഈശോ യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 19-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങൾ ഈ ആലയം തകർക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് ക്രിസ്തു പറയുന്നത്. ആർക്കാണ് ഭൂമിയിൽ ഉറപ്പിച്ചു നിന്ന് ദൈവത്തിന്റെ ആലയമാണ് ഞാനെന്ന് പറയാൻ പറ്റുക? ക്രിസ്തുവിനല്ലാതെ. പിതാവിനിൽ വസിക്കുന്നു, ഞാനും പിതാവും ഒന്നാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം പിതാവ് ചെയ്യുന്നതാണ്, പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ എന്ന് പറയാൻ ആർക്ക് കഴിയും? ക്രിസ്തു ഉറപ്പിച്ച് പറയാണ്, 3 ദിവസം കൊണ്ട് ഞാനിത് പുനരുദ്ധരിക്കും, നിങ്ങളിത് നശിപ്പിച്ചു നോക്കൂ. ആ പറഞ്ഞത് ക്രിസ്തുവിൽ നിറവേറുകയും ചെയ്ത കാര്യമല്ലേ? യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് ദേവാലയം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. യേശുവാണ് ദേവാലയം എന്ന് തിരിച്ചറിഞ്ഞ ഒരാളെ അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ആരാണത്? സ്തേഫാനോസ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് തൊട്ടു മുൻപുള്ള പ്രസംഗത്തിൽ കരങ്ങളാൽ നിർമ്മിതമായ ആലയങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്ന് സ്തേഫാനോസ് പറയാണ്.
7:48 49 കുറച്ചുകൂടി കടന്ന് സ്തേഫാനോസ് പറയുകയാണ്, ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, ആരെനിക്ക് ആലയം പണിയും എന്ന് പ്രവാചകനിലൂടെ ചോദിച്ച കാര്യം. യെശയ്യാ പ്രവചനം 66 അധ്യായം 1-2 തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്തേഫാനോസ് ചോദിക്കുന്നത്, ആരെനിക്ക് ആലയം പണിയും? കരങ്ങളാൽ നിർമ്മിതമായ ഭവനങ്ങളിലല്ല ദൈവം വസിക്കുന്നത്, ദൈവം വസിക്കുന്നത് ക്രിസ്തുവിലാണ്. ആ ക്രിസ്തു നമ്മിൽ ഓരോരുത്തരിലുമാണ്. നാം ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 1:23 പറയുന്നത്, സഭ അവൻ്റെ ശരീരമാണ്. സഭ അവൻ്റെ ശരീരമാണ്. നാം ഓരോരുത്തരും ആ സഭയിലെ സജീവ ശിലകളാണ്. അങ്ങനെ സജീവ ശിലകളായ നമ്മൾ ഒന്നു ചേരുന്നതാണ് ദേവാലയം. യഥാർത്ഥ ദേവാലയം നമ്മൾ തന്നെയാണ്. നമ്മുടെ കൂട്ടായ്മയാണ് ദേവാലയം. യേശു താൻ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയമെന്ന് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിത് നശിപ്പിച്ചാൽ 3 ദിവസം എടുത്ത് പുനരുദ്ധരിക്കും. ആ ദൈവത്തിൻ്റെ ആലയം യഥാർത്ഥത്തിൽ നമ്മളാണെന്ന് കൊറിന്ത്യർ ലേഖനം ഓർമ്മിപ്പിക്കുന്നു. 1 കൊറിന്ത്യർ ലേഖനം 3 അധ്യായം 16 1 കൊറിന്ത്യർ ലേഖനം 6 അധ്യായം 19 തിരുവചനങ്ങളിൽ വ്യക്തമായി സ്ലേഹ പറയുന്നു, നിങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളെന്നറിയുന്നില്ലേ? അപ്പോൾ ഏതിടത്താണ് ദൈവം വസിക്കുക? വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നമുക്കത് കാണാം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ. എങ്ങനെയാണ് 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവം അനുഭവമാകുന്നത്? ദൈവത്തിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന എവിടെയാണ്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണോ, ജീവിക്കുമ്പോഴാണോ? നമ്മുടെ എല്ലാ ബന്ധങ്ങളും പരിശോധിക്കുക. ദൈവത്തിൻ്റെ നാമത്തിലല്ലെങ്കിൽ എന്തിനാണ് അസ്തിത്വമുള്ളത്, നിലനിൽപ്പുള്ളത്? അവിടെ എവിടെയാണ് ബന്ധം ഉണ്ടാകുക? ദൈവം ഒരു ബന്ധത്തിനകത്താണ്. പ്രയർ മീൻസ് റിലേഷൻ, റിലീജിയൻ മീൻസ് റിലേഷൻ. ബന്ധമാണ്. ബന്ധവും ബന്ധജനകവുമായ ഒരിടമാണ് ദൈവത്തിൻ്റെ ആലയം. തിരിച്ചറിയണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 6:19 1 കൊരിന്ത്യർ 3:16 ഉറപ്പായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങളാണ് ദൈവത്തിൻ്റെ ആലയങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായിട്ട് തിരിച്ചറിയണം. വ്യക്തിപരമായി ദൈവം വസിക്കുന്നത് ഹൃദയത്തിലാണെന്നറിയണം. എന്നിൽ വസിക്കുന്ന ദൈവത്തെ, എൻ്റെ ശരീരകോശങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ, അതിനെക്കുറിച്ച് ബോധ്യമില്ലാതെ പോയാൽ, യഥാർത്ഥത്തിൽ ദൈവത്തെ തേടിയുള്ള അലച്ചിലുകൾ നീളുക തന്നെ ചെയ്യും. അനുഭവമില്ലാത്ത വ്യർത്ഥമായ യാത്രകളായി അവ അതപ്പതിക്കുകയും ചെയ്യും. ഒരു തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ വന്നിട്ട് പോയതിൻ്റെ കാഴ്ചകളെക്കുറിച്ചല്ലാതെ ഒരു ദൈവാനുഭവത്തെക്കുറിച്ച് പറയാൻ നമുക്കാവുമോ? നമ്മൾ തീർത്ഥാടനങ്ങൾക്കായിട്ട് അലയുന്നവരാണ്. നിങ്ങൾ ഈ ആലയത്തിൽ വരൂ, എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന എത്രയോ ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിലുടനീളം ബോർഡുകൾ വയ്ക്കുന്ന, ഈവൻ മാനേജ്മെൻറ്റുകാരെ കൊണ്ട് ബോർഡുകൾ വെപ്പിക്കുന്ന എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും നടന്നെങ്കിലോ എന്നുള്ള ചെറിയൊരു സന്ദേഹമല്ലാതെ വിശ്വാസത്തിലുറച്ച് എൻ്റെ ദൈവത്തെ അനുഭവിക്കാനായി എന്ന് പറയുന്ന ഒരു തീർത്ഥാടനം നമുക്ക് കാണാനാവുമോ? വിശുദ്ധ നാട്ടിലേക്കൊക്കെ ആളുകൾ പോകും. അവിടെ യേശു ജനിച്ചെടുത്ത് മരിച്ചെടുത്ത് ഒക്കെ പള്ളികളുണ്ട്. അതൊക്കെ കണ്ടിട്ട് നാട്ടിൽ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, പോയിട്ട് എങ്ങനെയുണ്ട്? അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, യേശു ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളി കണ്ടു. അപ്പോഴും ഉറപ്പായിട്ടില്ല. ഇത് ജെറുസലേമിൽ പോയ ഉറപ്പാവുന്ന കാര്യമല്ല, ഹൃദയത്തിലുണ്ടാകേണ്ട ബോധ്യമാണ്. ഹൃദയത്തിലുണ്ടാകേണ്ട ബോധ്യമാണ്. ദൈവം മണ്ണിൽ അവതരിച്ചു, ഭൂമിയിൽ. എനിക്ക് യേശു ബത്ലഹേമിൽ എന്ന് പറയുന്നതിനേക്കാൾ ഇഷ്ടം യേശു മണ്ണിൽ വന്നു പിറന്നു എന്ന് പറയാനാ, മനുഷ്യനായി എന്ന് പറയാനാ. അവൻ കാൽവരി മലയുടെ മുകളിൽ കുരിശിലെന്നല്ല, ഭൂമിയുടെ നെറുകയിൽ അവൻ തറയ്ക്കപ്പെട്ടു. എനിക്ക് വേണ്ടി അവൻ പിടഞ്ഞു മരിച്ചപ്പോൾ എനിക്ക് ജീവനുണ്ടായി. അവൻ എന്നിൽ വസിക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇതെൻ്റെ വ്യക്തിപരമായൊരു ധാരണയാകാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് തീർത്ഥാടനമാണ് ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവമായി മാറിയിട്ടുള്ളത്? ഏത് തീർത്ഥാടനമാണ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്? ഏത് ദേവാലയത്തിനകത്ത് നിന്നപ്പോഴാണ് നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിവുണ്ടായി, ദൈവമേ നിൻ്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാനുള്ള മനോബലം നിങ്ങൾക്കുണ്ടായത്? തൊട്ടടുത്ത് നിൽക്കുന്നവനെ ദൈവമായി തിരിച്ചറിയാൻ കഴിഞ്ഞത് എവിടെ വെച്ചാണ്?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുറിവേറ്റവനായി, വേദനിക്കുന്നവനായി, വിശക്കുന്നവനായി, കരയുന്നവനായി ഭൂമിയിൽ മനുഷ്യൻ അലയുമ്പോൾ അവനെ തിരിച്ചറിയാതെ ഇത്തരം ആലയങ്ങൾ തേടിയുള്ള യാത്രകൾ വാസ്തവത്തിൽ വ്യർത്ഥമല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇടവക ദേവാലയം വേണ്ടേ? വേണം. ഇടവക ഒരു ദേവാലയമാണ്. ഇടവക എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ഈ പള്ളിയല്ല കേട്ടോ. ഇടവക എന്ന് വെച്ചാൽ ആ ജനസമൂഹം ഇല്ലേ, ആ ജീവിക്കുന്ന മനുഷ്യർ. അത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല കേട്ടോ, എല്ലാ ജാതി മതസ്ഥരുമായി മനുഷ്യർ വസിക്കുന്ന ഒരു ഇടമുണ്ടല്ലോ. ആ ഇടത്തെ മുഴുവൻ ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്ന എവിടെയാണ്? ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ്. ആ ഒരുമിച്ച് കൂടുന്ന ഇടമാണ് ദേവാലയം. ദൈവങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടം, ദേവാലയങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഇടം. അങ്ങനെ ഏക മനസ്സോടെ ഞങ്ങൾ ഒന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു ഹൃദയഭാവത്തിലേക്ക് ഉണർന്ന് ദൈവം വസിക്കുന്ന ബോധ്യത്തിൽ ഹൃദയം എത്തിച്ചേരുന്ന അവസ്ഥയാണ് ദേവാലയം. ദേവാലയം സാധാരണ ഭംഗിയാവണം, അതിലൊന്നും തർക്കമില്ല. അവിടെ വിശുദ്ധരുടെ രൂപങ്ങൾ വേണ്ടേ? വേണം. നിശ്ചയമായിട്ടും തിരുസ്വരൂപങ്ങൾ വേണം. എന്തിനു വേണ്ടിയാ? നമ്മൾ ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ നോടി മനസ്സിനെ ഏകാഗ്രമാക്കി ഒന്നിച്ചുകൂടി ദൈവാനുഭവം പങ്കുവെക്കാനും ദൈവത്തിന് സ്വയം സമർപ്പിക്കാനും ചെല്ലുമ്പോൾ സ്വർഗം എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്കാണ് വിളിക്കപ്പെട്ടതെന്ന ബോധ്യം ഉണ്ടാവണം. ഞാനിങ്ങനെ പണ്ടൊരിക്കൽ ദേവാലയത്തിന് ആനവാതിലിൻ്റെ മുമ്പിൽ നിന്ന് ലോകത്തിൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു, പിശാചിനെ ഉപേക്ഷിക്കുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കയറിയ ഇടമാണ് ദേവാലയം എന്ന് ഓർമ്മയുണ്ടാവണം. ആ ഓർമ്മ പുതുക്കലുകൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ നാം ഈ ദേവാലയത്തിനകത്ത് ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ഓർത്തിട്ടുണ്ടോ? പള്ളിയിൽ കയറുമ്പോൾ പണ്ട് മാമുദീസയ്ക്ക് ഈ ആനവാതിലിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിക്കുന്നു, ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു, എങ്കിൽ അകത്തു വരാം. അങ്ങനെയാണ് അകത്ത് കയറിയത്. അകത്ത് കയറിയിട്ട് നമ്മളെന്താ പറഞ്ഞേ? പറ്റിച്ചേ, ഇതൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. ഇതൊന്നും ഉപേക്ഷിക്കാതെ ഈ കൂട്ടായ്മയ്ക്കകത്ത് കയറി നിന്ന് സ്വാർത്ഥരായി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ എങ്ങനെയാണ് ഒരു ദേവാലയ അനുഭവത്തിലേക്ക് എത്തുക? കല്ലുകൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ചിടമാണ് ദേവാലയം തെറ്റിദ്ധരിക്കുമ്പോൾ, ഈ മോടിയാണ് ദേവാലയം തെറ്റിദ്ധരിക്കുമ്പോൾ മറന്നു പോകുന്നത് നിങ്ങളാകുന്ന ദേവാലയത്തെയാണ്, നിങ്ങൾ കൂട്ടം കൂടുന്ന കൂട്ടായ്മയാകുന്ന ദേവാലയത്തെയാണ്. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റൂ. അപ്പോഴാണ് നാം നിൽക്കുന്ന ഇടം, നീ കാലുകുത്തുന്നിടം പരിശുദ്ധം. അത് പള്ളിക്കകത്ത് ചെരുപ്പിടാതിരിക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന സൂത്രവാക്യമാകരുത്. അപ്പം അങ്ങനെയാണല്ലോ, പള്ളിക്കകത്ത് ചെരുപ്പിടാതിരിക്കണമെങ്കിൽ ചെരുപ്പകത്തിടരുത് എന്ന് എഴുതി വെക്കണതിന് എല്ലാം വചനം കൂട്ടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെരുപ്പിനും ഒരു വചനം ഇരിക്കട്ടെ, നീ നിൽക്കുന്നിടം പരിശുദ്ധം, പാദരക്ഷകൾ പുറത്തിടുക. അപ്പോൾ ചില ആളുകൾ പറയുന്നത് പള്ളിക്കകത്താണ് ദൈവമുള്ളത്, അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചാലേ ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം, പക്ഷെ അതുപോലെയല്ല പള്ളിയിൽ നിന്ന്. അതുപോലെയല്ല പള്ളി. പള്ളിക്ക് പുറത്ത് നമ്മൾ എങ്ങനെയാ? ഞാനും എല്ലാം ഞാനാ, ഒറ്റയാ. പള്ളിക്കകത്ത് വരുമ്പോൾ സഭാത്മകമായ ബോധത്തിലേക്ക്, കൂട്ടായ്മ ബോധത്തിലേക്ക് നമ്മൾ വരും. പ്രാധാന്യമുള്ളതാണ്. ഇനി വിശുദ്ധ സക്രാരിയിൽ യേശു ഉണ്ട്. ദൈവസാന്നിധ്യ അവബോധത്തിലേക്ക് നമ്മൾ വരും. ദൈവം വസിക്കുന്നിടം. ഞാനും ഈ ദേവാലയത്തിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മയിലേക്ക് വരും, ഈ സഭയുടെ ഭാഗമാണെന്ന് ഓർമ്മയിലേക്ക് വരും. വിശുദ്ധ മത്തായി സുവിശേഷം 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. സെഫാനിയ 3:16, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേയുണ്ട്, ഇനിമേൽ നിങ്ങൾ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിന് ചുറ്റും കൂടുമ്പോൾ നമ്മുടെ ഹൃദയമുള്ള, നമ്മൾ ദേവാലയത്തിൽ ചെല്ലുന്നത് വെറുതെ പ്രാർത്ഥിക്കാനല്ലല്ലോ, നമ്മൾ ദേവാലയത്തിൽ ചെല്ലുന്നത് ബലിയർപ്പിക്കാനാണ്. ദേവാലയത്തിൻ്റെ പ്രഥമമായ കാര്യം എന്താ? ബലിയർപ്പണമാണ്. കാൽവരി മലയിലേക്ക് ക്രിസ്തു കുരിശുമായി പോകുന്നത് പോലെ ജീവിതക്കുരിശും ചുമന്ന് ദേവാലയത്തിലേക്ക് പോകുന്നത് അർപ്പിക്കാനാണ്, സ്വയം അർപ്പിക്കാനാണ്. അഖില ലോകത്തിനും വേണ്ടി, സകല ജനങ്ങൾക്കും വേണ്ടി സ്വയം അർപ്പിക്കാൻ. അതിന് ബലിപീഠം ആവശ്യമുണ്ട്, ഒരു പുരോഹിതന് ആവശ്യമുണ്ട്, ശുശ്രൂഷ പൗരോഹിത്യം ആവശ്യമുണ്ട്, ദേവാലയം ആവശ്യമുണ്ട്. ഒരു തർക്കക്കാര്യത്തിലില്ല. പക്ഷേ നിങ്ങൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി മാറുമ്പോൾ മാത്രമേ അത് അനുഭവമായിട്ട് മാറും. പള്ളിയിൽ കരഞ്ഞും വിലപിച്ചും പ്രാർത്ഥിക്കാനുള്ള ഇടമല്ല, നമ്മെ അർപ്പിക്കാൻ പോകേണ്ട സ്ഥലമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൽ ദൈവത്തെ മറന്നു പോകും. അങ്ങനെയാണല്ലോ നമ്മൾ. ഇന്ദ്രിയപരത ഉള്ളതുകൊണ്ട് ലോകപ്രകാരങ്ങളിലേക്ക് നമ്മൾ പോകും. അതിൽ നിന്നൊക്കെ തിരിച്ച് നമ്മെ ഈ അവബോധത്തിലേക്ക്, ഞാൻ ഈ കൂട്ടായ്മയുടെ ഭാഗം, ദൈവജനം, ദൈവം വസിക്കുന്ന ആലയം, ദൈവത്തോടു കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവൻ, ഈ ബോധ്യത്തിലേക്ക്, ഇതാ ഗുരു ഇവിടെയുണ്ട്,
ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. ദൈവം വിളിക്കുകയാണ്, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ. അപ്പം അങ്ങനെ ഒത്തുകൂടുന്നിടമാണ് ദേവാലയം. ദേവാലയം ഒരു മതിൽക്കെട്ടല്ലെന്നറിയണം. ദേവാലയം പരിശുദ്ധമാണ് എന്ന് പറയുന്നത് ക്രിസ്തു അവിടെ ദൈവ സ്വഭാവത്തിലും മനുഷ്യ സ്വഭാവത്തിലും വിശുദ്ധ കൂദാശയിൽ വസിക്കുന്നു, കുർബാനയിൽ വസിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, അതിനൊന്നും തർക്കമില്ല. ഇപ്പം എവിടെ ദിവ്യകാരുണ്യമുണ്ടോ അവിടെയൊക്കെ ദേവാലയമാണ്. ഇനി നിങ്ങളുടെ അകത്ത് ദിവ്യകാരുണ്യമുണ്ടോ? അവിടെ അരൂപിയായിട്ട് അവിടെ നിന്ന് വസിക്കുന്നുണ്ട്. അരൂപിയായി അകമേ വസിക്കുന്ന ഒരുവനെ തിരിച്ചറിയണം. ചുറ്റുപാടുമുള്ള ദേവാലയങ്ങളിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയണം. ഒന്നും മോശമല്ല. അപ്പം അതുകൊണ്ട് ദേവാലയത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ഇടം പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തു, ഈ ഇടമാണ് പരിശുദ്ധം, ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് എന്നല്ല, നിങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ ഒത്തുകൂടുന്നിടമൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ഇടം. അങ്ങനെ നിങ്ങൾക്ക് ഒത്തുകൂടാൻ വേണ്ടി നിങ്ങൾ നിർമ്മിച്ച ഈ ഭൗമിക ഭവനം യഥാർത്ഥത്തിൽ ആത്മീയ ഭവനത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്, പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പക്ഷേ അവിടെ മാത്രമാണ് ദൈവമെന്നും അവിടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് അനുഗ്രഹമെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രാർത്ഥനയാണ് മുഴുവൻ സമയവും നമ്മോട് കൂടെയുണ്ട്. ക്രിസ്തു അനുഗ്രഹമായവൻ കൂടെയുണ്ട്. അതുകൊണ്ട് ദിവ്യബലി കഴിയുമ്പോൾ പോലും പറഞ്ഞു വിടുന്നത് അങ്ങനെയല്ലേ, നിങ്ങളുടെ മുമ്പേ അവിടെ നിന്നുണ്ട്, പുറകിൽ അവിടെ നിന്നുണ്ട്, ശിരസിൽ അവിടെ നിന്നുണ്ട്, കർത്താവ് കൂടെ. 1 പത്രോസ് 2:5 പറയും, നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. നമ്മളങ്ങനെ പടുത്തുയർത്തപ്പെടുന്നുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾക്കകത്ത്, ഇടവക സമൂഹത്തിനകത്ത്, നമ്മുടെ ഇടവകയിൽ എത്രത്തോളം അകലമുണ്ട് മനുഷ്യർ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ തട്ടുതിരിവുകൾ എന്തോരമുണ്ട്, ഉച്ചനീചത്വങ്ങൾ എങ്ങനെയാണ്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നുണ്ടോ? ഒരു കൂട്ടായ്മയായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികൾ 2:42 നമ്മളത് കാണുമല്ലോ. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ആ താല്പര്യപൂർവ്വം പങ്കുചേരുന്ന അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ പടുത്തുയർത്തലുണ്ടാകുക. ഇനി എന്തിനാണ് അങ്ങനെ പടുത്തുയർത്തപ്പെടുന്നത്? യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായൊരു പുരോഹിത ഗണമായി മാറുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു പുരോഹിത ഗണമാണ് നമ്മളെന്നും ദേവാലയം എന്നത് നമ്മുടെ കൂട്ടായ്മയാണെന്നും നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ആലയമായ ദൈവം വസിക്കുന്ന സ്വർഗാദി സ്വർഗത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. പുതിയ ജെറുസലേമിനെ കുറിച്ച് വെളിപാട് പുസ്തകം അത് പറയുന്നുണ്ട്. വെളിപാട് 21:22 നഗരത്തിൽ ഞാനൊരു ദേവാലയം കണ്ടില്ല. അവിടെ ദേവാലയം എന്താണ്? അവിടെ കുഞ്ഞാടാണ് ദേവാലയം. സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അവിടുത്തെ ദേവാലയം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവാകുന്ന ആത്മീയ ഭവനത്തിൽ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഭാഗവാക്കുകളായ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഓരോരുത്തരും ദേവാലയമാണ്. ഒപ്പം തന്നെ ഈ കൂട്ടായ്മ ദേവാലയമാണ്. നമ്മൾ അങ്ങനെ എവിടെ ആയിരിക്കുന്നുവോ അവിടെയെല്ലാം ഒരു ദേവാലയത്തിൻ്റെ പരിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ക്രിസ്തുവിൽ അപ്രകാരം ഒന്നു ചേർക്കപ്പെട്ടവരാണ് നമ്മൾ. ക്രിസ്തുവാകുന്ന സജീവ ശിലകൾ കൊണ്ട് പടുത്തുയർത്തപ്പെട്ടവർ. വേദനിക്കുന്നവരിലും അശരണരിലും വീണുപോയവരിലും അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവം പകരാൻ എത്രത്തോളം നമുക്ക് കഴിയുമോ അത്രത്തോളം ദേവാലയം ഒരു അനുഭവമായിട്ട് മാറും. നിങ്ങളുടെ ഇടവക ദേവാലയം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്, അത് ഓർക്കേണ്ടതുണ്ട്. ഓടി അലയേണ്ടതില്ല. ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. ദേവാലയത്തിൽ നിങ്ങൾ പോകുന്നത് നിങ്ങളെ അർപ്പിക്കാനാണ്. കൂട്ടായ്മയായി ഒരു ശരീരമായി ദൈവത്തിന് സ്വീകാര്യമായൊരു ബലിയായി മാറുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹാനുഭവം നമുക്കുണ്ടാകും. ആ സ്നേഹാനുഭവത്തിലേക്ക് നമ്മയെല്ലാം ഉയർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.